നമസ്കാരം. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ നടത്തുന്ന പ്രകോപനങ്ങൾക്കിടെ അറബിക്കടലിൽ വീണ്ടും മിസൈൽ പരീക്ഷണം നടത്തി നാവികസേന. ദീർഘദൂര കപ്പൽവേധ മിസൈലുകളാണ് നാവികസേന പരീക്ഷിച്ചത്. സേനയുടെ ആയുധ സംവിധാനങ്ങളുടെ ക്ഷമതയും സജ്ജതയുമാണ് പരീക്ഷിച്ചുറപ്പിച്ചത്. ഏത് സാഹചര്യവും നേരിടാൻ സേന സജ്ജമാണെന്ന് നാവികസേന വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇത് രണ്ടാം തവണയാണ് അറബിക്കടലിൽ നാവികസേന മിസൈൽ പരീക്ഷണം നടത്തുന്നത്. 2 ദിവസം മുൻപ് INS സൂറത്ത് എന്ന യുദ്ധക്കപ്പലിൽ നിന്നും സേന മധ്യദൂര മിസൈൽ പരീക്ഷിച്ചിരുന്നു. 70 കിലോമീറ്റർ പ്രഹരപരിധിയുള്ള ഈ മിസൈൽ ഇസ്രായേലുമായി സഹകരിച്ച് വികസിപ്പിച്ചതാണ്. സീ സ്കിമ്മിംഗ് മിസൈലുകളെ തകർക്കുന്ന മിസൈലായിരുന്നു അന്ന് പരീക്ഷിച്ചത്. പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന നാഴികക്കല്ലാണ് പിന്നിട്ടതെന്നും നാവികസേന പ്രതികരിച്ചു. B-15B ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ പദ്ധതിയിലെ 4ാമത്തെ കപ്പലാണ് INS സൂറത്ത്. ലോകത്തെ തന്നെ ഏറ്റവും വലുതും നൂതനവുമായ ഡിസ്ട്രോയറുകളിലൊന്നാണിത്. നാവികസേന കപ്പലുകളിൽ AI ഇന്റലിജൻസ് സംവിധാനമുള്ള ആദ്യത്തെ യുദ്ധക്കപ്പലെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. INS സൂറത്തിന്റെ 75% തദ്ദേശീയ നിർമ്മിതിയാണ്. അത്യാധുനിക ആയുധ സെൻസർ പാക്കേജുകളും വിപുലമായ നെറ്റ്വർക്ക് കേന്ദ്രീകൃത സംവിധാനങ്ങളും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പാകിസ്ഥാനെതിരെ കടുത്ത തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിനു പിന്നാലെ ഇന്ത്യ സൈനികമായി ആക്രമിക്കുമെന്ന് ഭയന്ന പാകിസ്ഥാൻ ഭരണാധികാരികൾ ആണവാക്രമണ ഭീഷണിയും മുഴക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ മിസൈൽ പരീക്ഷണം അറബിക്കടലിൽ നടത്തി കരുത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ അതിർത്തിയിലും ഇന്ത്യ നിലപാട് കടുപ്പിച്ചിരുന്നു. പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ വെടിനിർത്തൽ കരാറിൽ നിന്നും പിൻവാങ്ങാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ. പാകിസ്ഥാൻ പലയിടത്തും വെടിവയ്പ് തുടരുകയാണ്. കഴിഞ്ഞ 48 മണിക്കൂറിൽ നിയന്ത്രണ രേഖയിൽ പലയിടത്തും പാകിസ്ഥാൻ വെടിവയ്പ് നടത്തി. കനത്ത തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയത്. നിയന്ത്രണ രേഖയിൽ ഏത് സാഹചര്യം നേരിടാനും തയ്യാറെന്നും സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ പ്രകോപനപരമായി വെടിവെക്കുകയാണെന്നാണ് സൈന്യം പറയുന്നത്. പാകിസ്ഥാന്റെ വിരട്ടൽ വേണ്ടെന്നും പ്രകോപനം തുടർന്നാൽ തിരിച്ചടി ഉറപ്പാണെന്നും ഇന്ത്യൻ സൈന്യം ആവർത്തിച്ചു വ്യക്തമാക്കി. ജമ്മുകാശ്മീരിൽ ഭീകരർക്കെതിരായ നടപടി തുടരുകയാണ് സൈന്യവും ജില്ലാ ഭരണകൂടവും. ഇന്നലെ രാത്രി ഒരു ഭീകരന്റെ വീട് സൈന്യം ബോംബിട്ട് തകർത്തിരുന്നു. ലഷ്കർ ഭീകരർ ഫറൂഖ് അഹമ്മദിന്റെ കുപ്പാരയിലുള്ള വീടാണ് തകർത്തത്. ഉഗ്രസ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. അതിർത്തിയിലുള്ള ബങ്കറിലേക്ക് ആളുകളെ മാറ്റാൻ സൈന്യം ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ശക്തമായ തിരിച്ചടി ഭീകരർക്ക് നൽകുമെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത്. അതേസമയം പാകിസ്ഥാന്റെ പിടിയിലായ BSF ജവാന്റെ മോചനത്തിന് 3 തവണ ഫ്ലാഗ് മീറ്റിംഗ് ശ്രമിച്ചിട്ടും പാകിസ്ഥാൻ കടുംപിടുത്തം തുടരുകയാണ്. ഉന്നത നേതൃത്വം ജവാനെ വിടാൻ അനുവാദം നൽകിയിട്ടില്ലെന്നാണ് പാക് ജവാന്മാർ പറയുന്നത്. സൈനികനെ വിട്ടുകിട്ടിയില്ലെങ്കിൽ പാകിസ്ഥാന് ശക്തമായ മറുപടി തന്നെ നൽകുമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തിരിച്ചടിയുടെ ഭാഗമായി മുന്നറിയിപ്പില്ലാതെ ഇന്ത്യ ഉറി ഡാം തുറന്നുവിട്ടതായും പാകിസ്ഥാന്റെ ആരോപണം വന്നിരുന്നു. പിന്നാലെ ചലം നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായതായും പാകിസ്ഥാൻ പറഞ്ഞു. പാക് അധീന കശ്മീരിലെ വിവിധ പ്രദേശങ്ങളിൽ ഇതിനോടകം വെള്ളം കയറിയിട്ടുണ്ട്.